നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പാറുവിനെ കൈലാഷ് സാറിന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ കൈലാഷ് സാറിന്റെ മമ്മി സമ്മതിച്ചില്ല. എന്റെ വീട്ടിലാ പാറു രാത്രി താമസിച്ചത്. ഒരു പെൺകുട്ടി താമസിക്കാൻ ഒരു സ്ഥലമില്ലാതെ മാഡം അവളോട് കുറച്ച് ദയ കാണിക്കണം. ദയ കാണിക്കാം, അവളെ വീണ്ടും ഇവിടെ താമസിപ്പിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് വൈകിയതെന്ന് അവൾ എന്നോട് തുറന്നു പറയണം. അത് പറയുന്നത് വരെ ഞാൻ അവളോട് ഒരു തരി പോലും ദയ കാണിക്കില്ല. മാഡം, ആര് പറഞ്ഞാലും എന്റെ ഈ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. ആരെയോ രക്ഷിക്കാൻ വേണ്ടിയാണ് നീ സത്യം മറച്ചു പിടിക്കുന്നതെന്ന് മനസ്സിലായി. പക്ഷേ അനുഭവിക്കേണ്ടി വരുന്നത് മുഴുവൻ നീയാ. സ്റ്റേ ചെയ്യാനൊരു സ്ഥലമില്ലാതെ അലയേണ്ടി വരുന്നത് നീയാ. നീ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആള് ഒരു പ്രശ്നവും ഇല്ലാതെ സുഖമായി കഴിയുന്നുണ്ടാവും. കൈലാഷ് സർ, മാഡം എന്താ പറഞ്ഞത്? സത്യം പറയാതെ പാർവതി ഇവിടെ താമസിപ്പിക്കില്ലെന്ന തീരുമാനത്തില് മാഡം ഉറച്ചു നിൽക്കുക. അപ്പോ ഇവളിനി എവിടെ സ്റ്റേ ചെയ്യാ? പ്രിയൻ, ഐഷയുടെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നിനക്ക് മാത്രമേ കഴിയൂ. പാർവതിയെ പ്രിയന്റെ വീട്ടിൽ തന്നെ താമസിപ്പിക്കണം. പ്രിയന്റെ അമ്മയോട് ഞാൻ സംസാരിക്കാം. പാർവതിയെ ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസിപ്പിക്കാൻ എനിക്ക് ധൈര്യമില്ല പ്രിയൻ. അതുകൊണ്ടാ. അതിന്റെ കാരണം പ്രിയൻ അറിയാലോ. പ്രിയന്റെ വീട്ടിലോ? അത് വേണ്ട സർ. ഐഷ എന്താ അങ്ങനെ പറഞ്ഞത്? പാറു മനഃപൂർവ്വം ചെയ്തതല്ലെങ്കിലും പാറു കാരണം പ്രിയൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒളിക്യാമറ വിഷയത്തിൽ പ്രിയനെ പോലീസ് പിടിച്ചതും തലപൊട്ടി പ്രിയൻ ഹോസ്പിറ്റലായതുമെല്ലാം പാറു കാരണമല്ലേ? അതിന്റെ ദേഷ്യം പ്രിയന്റെ അമ്മയ്ക്ക് ഇപ്പോഴും ഉണ്ടെന്ന് ദേ ഇവള് തന്നെ എന്നോട് പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ ഗോഡൌണിൽ പ്രശ്നവും. അതൊക്കെ മറക്കാൻ ആന്റിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയന്റെ നിർബന്ധത്തിന് വഴങ്ങി ആന്റി അവളെ അവിടെ താമസിപ്പിച്ചാൽ തന്നെ രണ്ടുപേരുടെയും സമാധാനം നഷ്ടപ്പെടും. എത്ര കാലമെന്ന് വെച്ചാ അങ്ങനെ. അതുകൊണ്ട് മറ്റൊരു സ്ഥലം റെഡിയാക്കി കൊടുക്കണമെന്നാ എന്റെ അഭിപ്രായം. അതാ ഞാൻ പറഞ്ഞത്. പ്രിയന്റെ അമ്മയോട് ഞാൻ സംസാരിച്ചോളാം. സാറ് സംസാരിച്ചാലൊന്നും അമ്മ സമ്മതിക്കില്ല. 24 hours സെക്യൂരിറ്റി ഉള്ള ഏതെങ്കിലും നല്ല ഹോസ്റ്റലില് നമുക്ക് ഇവിടെ താമസിപ്പിക്കാം. 24 hours സെക്യൂരിറ്റി ഹോസ്റ്റലെല്ലാം ഉണ്ടാവും. ഇവൾക്ക് കമ്പനി പോണ്ടേ? വഴിയില് സെക്യൂരിറ്റി ഉണ്ടാവില്ലല്ലോ. പ്രിയന്റെ വീട്ടിൽ താമസിപ്പിച്ച പ്രിയന്റെ കൂടെ ഇവൾക്ക് കമ്പനിയിൽ വരാലോ. അതെല്ലാം ആലോചിച്ചിട്ടാ ഞാൻ പറയുന്നത്. പാർവതിയുടെ സേഫ്റ്റിയാണ് എനിക്ക് ഇമ്പോർട്ടന്റ്. ഒന്നുകിൽ എന്റെ സംരക്ഷണയിലുണ്ടാവണം, അല്ലെങ്കിൽ പ്രിയന്റെ സംരക്ഷണയിലുണ്ടാവണം. എന്റെ മമ്മിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാ മമ്മിയെ നിർബന്ധിക്കാൻ എനിക്ക് കഴിയാത്തത്. എന്റെ മുന്നിൽ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല പ്രിയൻ. വേണ്ട സർ, എനിക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും കഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിക്കോളാം. അതാണോ പാർവതി ഈ പ്രശ്നത്തിനുള്ള പരിഹാരം? നടന്നതെല്ലാം മാഡത്തിനോട് തുറന്നു പറയാ എന്നുള്ളതാ ഈ പ്രശ്നത്തിനുള്ള ഒരേ ഒരു പരിഹാരം. അതിന് നീ തയ്യാറല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ പറയുന്ന അനുസരിക്കാം. പ്രിയന്റെ വീട്ടിലാ പാർവതി താമസിക്കാൻ പോകുന്നത്. വീട്ടിലും ജോലിക്ക് പോകുന്ന വഴിക്കും പാർവതിക്ക് ഒരു അബദ്ധം വരാതെ പ്രിയ നോക്കിക്കോളും. പ്രിയൻ, വാ, ഇപ്പൊ തന്നെ പോയി തന്റെ അമ്മയോട് സംസാരിക്കാം. ഞാൻ പറഞ്ഞില്ലേ സർ, അമ്മയോട് സംസാരിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. പക്ഷേ സാറിന്റെ വാക്കുകൾ തള്ളിക്കളയാൻ എനിക്ക് കഴിയില്ല. ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? എല്ലാം കലങ്ങി തെളിയുന്നത് വരെ അമ്മ അറിയാതെ ഇവളെ എന്റെ വീട്ടിൽ താമസിപ്പിക്കാം. പ്രിയൻ ചേട്ടൻ എന്തേ പറയുന്നേ? അമ്മ അറിയാതെ ഞാൻ എങ്ങനെയാ വീട്ടിൽ താമസിക്കുക? അതൊന്നും ശരിയാവില്ല. വേറെ വഴിയില്ല പാറു. വേണ്ട പ്രിയൻ ചേട്ടാ. പാർവതി, ഒന്നും ആലോചിക്കാതെ പ്രിയൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കോ? ഒരു കുഴപ്പം വരാതെ പ്രിയൻ നോക്കിക്കോളും. അതല്ല സർ. പാർവതിനെ ഒന്നും പറയണ്ട. പ്രിയന്റെ കൂടെ ചെല്ല്. പാർവതി ചെല്ല്.
വാ. കാലത്ത് അമ്മയുടെയും ദർശനയുടെയും കണ്ണു വെട്ടിച്ച് ഇവിടുന്ന് രക്ഷപ്പെട്ടപ്പോ എന്തൊരു ആശ്വാസമായിരുന്നു എന്നറിയോ. വീണ്ടും ഇവിടെ തന്നെ എത്തി. എനിക്കൊന്നും അറിയണ്ട, വാതിലടച്ച മുറിയിൽ തന്നെ ഇരുന്നാ മതി. കഷ്ടപ്പെടുന്ന മുഴുവൻ പ്രിയൻ ചേട്ടനാ. അമ്മയുടെ അനിയത്തിയുടെ മുൻപിൽ അഭിനയിക്കണം, ഒരുപാട് കള്ളം പറയണം. ഞാൻ പ്രിയൻ ചേട്ടനൊരു സ്വൈര്യക്കേടായല്ലോ എന്ന് ഓർക്കുമ്പോ തൽക്കാലം അതൊന്നും ഓർക്കണ്ട. വീട്ടിലെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിയിട്ട് ഞാനിപ്പോ വരാം. ദാ പിടിക്കാം. ഇവക്ക് പഠിക്കാൻ കണ്ട സമയം. പാറുവിനെയും കൊണ്ട് ഫ്രണ്ട് ഡോറ് വഴി കയറാനും പറ്റില്ലല്ലോ. അടുക്കള വശത്തൊന്ന് നോക്കാം. ഛെ, അടുക്കള വാതിൽ വഴിയും വീട്ടിൽ കയറാൻ പറ്റില്ലല്ലോ. ദർശനം മുൻവശത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ വഴി കയറാൻ പറ്റില്ല. അടുക്കള വാതിലിന്റെ അടുത്ത് പോയി നോക്കിയപ്പോ അമ്മ അവിടെ കാര്യമായിട്ടുള്ള ജോലിയില്ല. അതുകൊണ്ട് ആ വഴിയും കയറാൻ പറ്റില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? അവരിറങ്ങുന്നവരെ ഞാനിവിടെ നിൽക്കേണ്ടി വരുമോ? കാലത്ത് ചെയ്തതുപോലെ എന്തെങ്കിലും തരികിട പണി ഒപ്പിക്കേണ്ടി വരും. രണ്ടുപേരെയും ഞാൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റാം. നീ ഇവിടെ നിൽക്കാം.